എന്റെ ഒരു 15 വയസ്സ് വരെയൊക്കെ ഞങ്ങൾ വാടക വീടുകളിലാണ് മാറി മാറി താമസിച്ചിരുന്നത്. പിന്നെയാണ് സ്വന്തമായി വീടുണ്ടാക്കുന്നതും അതിൽ സ്വന്തമായി ഒരു മുറി ഉണ്ടാകുന്നതും. അച്ഛന് വലിയ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു മക്കൾക്ക് സ്വന്തം റൂം ഉണ്ടായിരിക്കണം എന്ന്. ഞങ്ങൾ ചേച്ചിയും അനിയത്തിയും പിന്നെ സയാമീസ് ആയോണ്ട് ലാഭായി, ഒറ്റ മുറി മതി. സിബ്ലിങ്സിന്റെ ക്ലീഷേ ഡയലോഗ് പോലെ എന്റെ മാരേജ് ആവാറായപ്പോ അവളും പറഞ്ഞു, ആഹാ ഏച്ചി പോയ ആ മുറി ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ആൾ ആ റൂം ലൈറ്റൊക്കെ വെച്ചങ്ങ് സെറ്റപ്പ് ആക്കി. പക്ഷെ അന്ന് രാത്രി തന്നെ കരഞ്ഞോണ്ട് അച്ഛന്റെ അമ്മയുടെ അടുത്തെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വന്തമായിട്ട് ഒരു സ്പേസ് അതെവിടെയാണെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക, ആരെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സ്പേസ് സമ്മാനിക്കുക, അതൊക്കെ ഒരു സുഖാണ്. സുഖം മാത്രല്ല, അതൊരു പ്രത്യേക കോൺഫിഡൻസ് കൂടിയാണ്. ഓ പിന്നെ ഒരു ടീപ്പോയി എടുത്തു വെച്ച് ഈ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെക്കുന്നതിനെ കുറിച്ചാണോ ഈ പറയുന്നത് ശ്രുതിയെ? ഇതും അതിൽ പെടും, എന്നാലും ഞാൻ കുറച്ചുകൂടെ ആഴത്തിലാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ മനസ്സ് മടുത്തിട്ടോ മുന്നോട്ട് എന്താണെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്തോ ഒന്നും അല്ലെങ്കിൽ ജോലി സ്ഥലത്തുനിന്നോ പഠിക്കാൻ പോയിടത്തുനിന്നോ ഒക്കെ ഒരു ബ്രേക്കിന് വേണ്ടി നമ്മുടെ വീടിന്റെ പടിക്കലെത്തുമ്പോ അവിടെ തുറന്നു കിടക്കുന്ന ഒരു റൂം തരുന്ന ആശ്വാസമില്ലേ, എന്റെ മുറി എന്നൊരു സേഫ് പ്ലേസ്. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോ പലർക്കും നിസ്സാരമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. സ്വന്തമായി തന്നെ അങ്ങനെ സ്പേസ് ഉണ്ടാക്കിയെടുത്തവർക്ക് അവിടെ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്കായി അങ്ങനെ ഒരിടം ആരെങ്കിലും സമ്മാനിക്കുമ്പോൾ അത് നന്നായി യൂസ് ചെയ്യാനും കൂടെ നോക്കണം. അല്ലാണ്ട് മിസ്യൂസ് ചെയ്ത് അവിടെയുള്ളവരുടെ സമാധാനവും കളഞ്ഞ് ഒരുമാതിരി അറബി ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആക്കരുത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ശരി.